നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൊച്ചി നഗരം ഇപ്പോൾ ഒട്ടും സുരക്ഷിതമല്ല. ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾ ആക്രമിക്കപ്പെടാം. നിരത്തിലൂടെ ബൈക്കുമായി പോകുമ്പോൾ പുറകെ വരുന്ന കാറിന് സൈഡ് കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ കാർ നിങ്ങളുടെ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കും. ഇക്കഴിഞ്ഞ ദിവസം SRM റോഡിൽ ലഹരി സംഘം നാട്ടുകാരുമായി സംഘർഷമുണ്ടാക്കി. കാർ തടയാൻ ശ്രമിച്ചയാളെ ബോണറ്റിൽ ഇടിച്ചു കയറ്റി 1/2 കിലോമീറ്ററോളമാണ് കാർ ഓടിച്ചത്. ഇനി ബൈക്ക് യാത്രികർ തമ്മിലുള്ള ചെറിയ തർക്കവും വലിയ കൊലപാതകങ്ങളിൽ വരെ ചെന്ന് കലാശിച്ചേക്കാം. നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഏതെങ്കിലും തരത്തിലൊരു അപകടത്തിൽപ്പെട്ടാലോ, ഇനി പിന്നാലെ വരുന്ന വാഹനത്തിന് നിങ്ങൾ സൈഡ് കൊടുക്കുന്നതിൽ ഒരു വീഴ്ച വന്നാലോ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ അപകടത്തിലായേക്കാം. ഹോൺ അടിച്ചതിൻ്റെ പേരിലുള്ള കയ്യാങ്കളികളൊക്കെ ഇപ്പോൾ കൊച്ചിയിൽ നിത്യസംഭവങ്ങളാണ്. ആർക്കും പോലീസിനെ ഭയമില്ല. ലഹരിയും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിക്കുന്ന പുതുതലമുറ ആരെയും കൂസാതെ നിരത്തിലൂടെ വാഹനങ്ങളുമായി തലങ്ങും വിലങ്ങും പായുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഒരൊറ്റ ദിവസം പോലീസും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്തത് 36 ലഹരി കേസുകൾ. മദ്യപിച്ച് വാഹനമോടിച്ചതിന് 191 കേസുകൾ. ഏറ്റവും അപകടം പിടിച്ച നഗരങ്ങളിലൊന്നായി നമ്മുടെ കൊച്ചി മാറുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. മയക്കുമരുന്ന് അടിച്ചു നടക്കുന്നവരെ ഭയപ്പെട്ട് ഇപ്പോൾ പകലോ രാത്രിയോ കൊച്ചി നഗരത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയായി. കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനത്തിനാണ് ഈ ഗതികേടെന്നോർക്കുക. കൊച്ചിയുടെ സുരക്ഷയ്ക്ക് വേണ്ടത്ര പോലീസ് സേനയില്ല എന്ന പരാതി ഒരു വശത്ത്. കടവന്ത്രയിൽ ഇക്കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ ഒരു കാർ ചേസിംഗ് നടത്തി ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ച ക്രൂര സംഭവം നമ്മൾ കണ്ടതാണ്. ഇതിനിടയിൽപ്പെട്ട ഗോവൻ സ്വദേശിനിയായ ഒരു യുവതിക്ക് ഗുരുതരമായ പരിക്കേറ്റു. കാർ ഇടിച്ചു കയറ്റുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. വഴിയുടെ സൈഡിലൂടെ നടന്നു വന്ന ഗോവൻ യുവതിയെയാണ് ഈ കാർ ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയെ പിന്നീട് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായതുകൊണ്ട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇക്കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെത്തിയത് ഓൾഡ് ഗോവ സ്വദേശികളായ എസ്തേവാം ഫെറോയും ഭാര്യ ജെയ്സൽ ഗോമസും. സെന്റ് അൽഫോൻസ പള്ളി സന്ദർശിച്ചതിന് ശേഷം കടവന്ത്ര മെട്രോ സ്റ്റേഷന് സമീപം താമസിക്കുന്ന ഹോട്ടലിലേക്ക് ആ പാവങ്ങൾ നടന്നു പോവുകയായിരുന്നു. ഇതിനിടയിലൂടെയാണ് കാർ പാഞ്ഞു വന്ന് അവരെ ഇടിച്ചു തെറിപ്പിച്ചത്. റോഡിന് വശത്തൂടെ നടന്നു വന്ന ജെയ്സൽ ഇടിയിൽ മറുവശത്തേക്ക് മറിഞ്ഞു വീഴുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇന്നലെ രാത്രി ഗോവയിലേക്ക് മടങ്ങിപ്പോകാനിരിക്കെയായിരുന്നു ഈ അപകടം. കാർ ഓടിച്ചിരുന്ന ചാലക്കുടി സ്വദേശിയായ യാസിറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ മദ്യപിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. MG റോഡിൽ നിന്ന് സഹോദരൻ അയ്യപ്പൻ റോഡിലേക്ക് തിരിയുന്ന പള്ളിമുക്ക് ജംഗ്ഷൻ, അവിടെ ട്രാഫിക് സിഗ്നലിൻ്റെ ഭാഗത്ത് ഒരു ബൈക്ക് യാത്രികൻ സൈഡ് നൽകിയില്ല എന്നതായിരുന്നു ഇവൻ്റെ പകയ്ക്ക് കാരണം. ഇതോടെ പള്ളിമുക്ക് മുതൽ കടവന്ത്ര മെട്രോ സ്റ്റേഷൻ വരെയുള്ള 1.5 കിലോമീറ്റർ വരുന്ന റോഡിലൂടെ ബൈക്കിനെ അതിവേഗത്തിൽ ഇയാൾ പിന്തുടർന്നു. കനത്ത തിരക്കുള്ള ഒരു റോഡാണിത്. ഇതിനിടയിൽ SA റോഡ് പാലമിറങ്ങി അതിവേഗത്തിൽ മെട്രോ സ്റ്റേഷന് സമീപമുള്ള പാലത്തിൽ എത്തുന്നതിന് തൊട്ടു മുൻപാണ് യാസിർ കാർ ഇടത്തേക്ക് വെട്ടിച്ചു മാറ്റിയത്. ബൈക്കിനെ ഇടിപ്പിക്കുകയായിരുന്നു യാസിറിൻ്റെ ലക്ഷ്യം. എന്നാൽ നിയന്ത്രണം വിട്ട് പാലത്തിൻ്റെ കൈവരിയോട് ചേർന്ന് ഈ കാർ ഇടിച്ചു നിന്നു. ഇതിനിടയിലാണ് ഗോവൻ സ്വദേശിനിയായ ജെയ്സൽ പെട്ടത്. ഇനിയാണ് അടുത്ത തമാശ. ഈ കാർ യാത്രികൻ കരുതിയത് മുന്നിലുള്ള ബൈക്ക് യാത്രികൻ ഒറ്റയ്ക്കെന്ന്. എന്നാൽ ഈ ബൈക്ക് യാത്രികൻ്റെ കുറേ സുഹൃത്തുക്കൾ ബൈക്കുകളിൽ പിന്നാലെ വരുന്നു. 2 ബൈക്കുകളിലായി 4 സുഹൃത്തുക്കൾ. യാസിറിനൊപ്പമുള്ളത് ഒരു പെൺകുട്ടി മുന്നിൽ, പിറകിൽ 2 യുവാക്കൾ. കാർ സൈഡിൽ ഇടിച്ചു നിന്നതോടെ മുന്നിൽ പോയിരുന്ന ബൈക്ക് യാത്രികൻ്റെ സുഹൃത്തുക്കൾ പെട്ടെന്ന് ബൈക്കുകളിൽ നിന്ന് ചാടിയിറങ്ങി കാർ വളഞ്ഞു. 2 യുവാക്കൾ ഓടി രക്ഷപ്പെട്ടു. കാറിൽ നിന്ന് ഇറങ്ങിയോടിയ യുവാക്കൾ പിന്നീട് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെത്തിയാണ് രക്ഷപ്പെട്ടത്. അമിതമായി മദ്യപിച്ച അവസ്ഥയിലായിരുന്നു യാസിർ. കാർ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. യാസിർ ഇടിച്ചു തെറിപ്പിച്ച ബൈക്ക് യാത്രികന് കാര്യമായ പരിക്കേറ്റില്ല. കൊച്ചിയുടെ നിരത്തുകൾ മാത്രമല്ല, ഇരുട്ട് വീണാൽ പിന്നെ മറൈൻ ഡ്രൈവും പരിസരവുമൊക്കെ അധോലോകത്തിൻ്റെ കൈകളിലാണ്. ലഹരിയുടെ ആവേശത്തിൽ അക്രമങ്ങളും സംഘർഷങ്ങളുമൊക്കെ അവിടെ പതിവാകുന്നു. മറൈൻ ഡ്രൈവിൽ നിന്ന് ഇത്തിരി മാറി ക്യൂൻസ് വോക്ക് വേയിലും കുറ്റവാളികളും സാമൂഹിക വിരുദ്ധരുമൊക്കെ അരങ്ങ് തകർക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം ഭർത്താവിൻ്റെ കഴുത്തിൽ കത്തിവെച്ചാണ് ഒരു യുവതിയെ അപമാനിക്കാൻ ഗുണ്ടകൾ പരസ്യമായി ശ്രമിച്ചത്. ഇതോടെ നാട്ടുകാരും വലിയ ഭയത്തിലാണ്.
ഇതിന് ദിവസങ്ങൾക്ക് മുൻപ് രാത്രി ഇരുവിഭാഗങ്ങൾ ക്യൂൻസ് വോക്ക്വേയിൽ ഏറ്റുമുട്ടിയത് നാട്ടുകാരെ വീണ്ടും ഭയപ്പെടുത്തുന്നു. അന്ന് അവിടെയുണ്ടായിരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ആ യുവാക്കൾ അടിച്ചു തകർത്തിരുന്നു. മറൈൻ ഡ്രൈവിൽ ഇപ്പോൾ സംഘർഷങ്ങൾ പതിവാണ്. അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പോലും സന്ധ്യയായാൽ പിന്നെ പുറത്തിറങ്ങാൻ ഭയമാണ്. രാത്രികാലങ്ങളിൽ മാത്രമല്ല, ഇരുട്ട് വീണാൽ പിന്നെ പല യുവാക്കളും ലഹരി ഉപയോഗത്തിന്റെ പിടിയിലാണ്. മറൈൻ ഡ്രൈവിൽ പ്രഭാത സായാഹ്ന നടപ്പുകാരൊക്കെയുണ്ട്. നാട്ടുകാരൊക്കെ കൂടുതലായി വരുന്ന സ്ഥലം. എന്നാൽ എല്ലാവരും ഇപ്പോൾ ഭയത്തിലാണ്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് മറൈൻ ഡ്രൈവിലേക്ക് കടക്കുന്ന 8 പോസ്റ്റിൽ മാത്രമാണ് പോലീസുകാരുള്ളത്. മറ്റു സ്ഥലങ്ങളിലൊന്നും ആവശ്യത്തിന് പോലീസ് സേനയില്ല. കൊച്ചിയുടെ തൊട്ടപ്പുറത്ത് ആലുവയും പെരുമ്പാവൂരുമൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ നിയന്ത്രണത്തിൽ. കൊച്ചിയാവട്ടെ മാഫിയകളും അധോലോകവുമൊക്കെ കൈപ്പിടിയിലാക്കിയിരിക്കുന്നു. എത്രയെത്ര ലഹരി കേസുകളാണ് ഓരോ ദിവസവും എക്സൈസും പോലീസും ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നത്. എന്നിട്ടും ഈ മാഫിയയുടെ മർബത്ത് തൊടാൻ അവർക്ക് ഭയമാണ്. കേരളത്തിൽ ഏറ്റവും അധികം മയക്കുമരുന്ന് വേട്ട നടക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. കൊച്ചി നഗരം ഇന്ന് പഴയ കൊച്ചി നഗരമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ വാർത്തകളും. പോലീസിനെയോ നിയമ സംവിധാനത്തെയോ ഭയപ്പെടാതെ ലഹരിയുമടിച്ച് മയക്കുമരുന്നിനടിമകളായി ഒരു കൂട്ടം യുവാക്കൾ. അവർ നിരത്ത് കൈയടക്കി കൊച്ചിയെ ഇപ്പോൾ ഭയപ്പെടുത്തുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.